ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്നാണ്. അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതി യോഗം ഇന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് വ്യോമസേനയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നുപോയി. സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ഉൾപ്പെടെ 50-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടതായും വിശദീകരണം വരികയാണ്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ കൊല്ലപ്പെട്ട മൂന്നാമത്തെ ഭീകരനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്തയും വരുമ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ യുദ്ധകാല നിരീക്ഷകൻ ബി ദിലീപ് കുമാർ ചേരുന്നു. അതോടൊപ്പം ഡൽഹിയിൽ നിന്നും കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ആർ അച്യുതൻ ചേരും. അതുപോലെ ശ്രീനഗറിൽ നിന്ന് അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്താൻ ബൽറാം നെടുങ്ങാടി എത്തും. അതുപോലെ ജമ്മുവിൽ അഭയാർത്ഥി ക്യാമ്പിന് അടുത്തെത്തിയിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ. മാത്രമല്ല ജമ്മുവിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് അറിയാൻ ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പഞ്ചാബ് അതിർത്തിയിലെ സ്കൂളുകളൊക്കെ ഇന്ന് തുറക്കുകയാണെന്ന് നമുക്കറിയാം. അത് അവിടുത്തെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി വിനീത വിജിയും ചേരും. ആദ്യം ബി ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ദിലീപ്, നമുക്ക് യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിൻ്റെ മേഘങ്ങൾ മാറി, കാർമേഘങ്ങൾ ഒഴിഞ്ഞു, സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? SKN, ഗുഡ് മോർണിംഗ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തുണ്ടായ വലിയ നാശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പാകിസ്ഥാന് ഇന്ത്യൻ സേന സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വലിയ നാശം വന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ്റെ ഏതാണ്ട് 1/5 ഭാഗം അതായത് വ്യോമസേനയുമായി ബന്ധപ്പെട്ട അവരുടെ 1/5 മേഖലകളിൽ വലിയ തിരിച്ചടി, 20% മേഖലകളിൽ വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടിട്ടുണ്ട്. അവർക്ക് നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിലും സൈനിക താവളങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ, പാകിസ്ഥാൻ്റെ F-16 അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ്, JF-17 ചൈനീസ് നിർമ്മിത യുദ്ധവിമാനമാണ്. ഇങ്ങനെ F-16, JF-17 യുദ്ധവിമാനങ്ങൾ നിരവധി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 50 പാക് സൈനികർ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പാകിസ്ഥാൻ്റെ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് അടക്കമുള്ള നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ പെടുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ആയുധപ്പുരകൾ നഷ്ടപ്പെട്ടതും വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അക്കാര്യത്തിലും എത്രയേറെ നാശനഷ്ടം വന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ വിശദാംശങ്ങൾ ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട്. SKN, മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വീണ്ടും DGMO തലത്തിലുള്ള ചർച്ചകൾ നടന്നേക്കും. ഇന്ത്യ പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ചർച്ച നടത്തിയിരുന്നു. അത് അരമണിക്കൂറോളം ആ ചർച്ച നീണ്ടു. അതിൽ ഈ വെടിനിർത്തൽ പാലിക്കുന്നത് സംബന്ധിച്ചും അതിർത്തിയിൽ സേനാവിന്യാസം കുറയ്ക്കുന്നത് സംബന്ധിച്ചുമായിരുന്നു ചർച്ചയെങ്കിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ DGMO തല ചർച്ചയിൽ DGMOമാർ തന്നെ പങ്കെടുക്കുമോ അതോ അവർ ചുമതലപ്പെടുത്തുന്ന മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നത് സംബന്ധിച്ച വ്യക്തത ഇനി വരേണ്ടതുണ്ട്. ഏതായാലും ആ DGMO തല ചർച്ച ഇന്ന് നടക്കും. അതിൽ ഇന്ന് വൈകിട്ട് ഈ 5 മണിക്ക് ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയുമാവും പങ്കെടുക്കുക. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക, അതായത് കഴിഞ്ഞ ഏപ്രിൽ മെയ് ഇപ്പോൾ നടക്കുന്ന ഈ മെയ് മാസത്തിലുമൊക്കെയായി സൈനിക വിന്യാസം അവിടെ അതിർത്തിയിൽ വലിയ തോതിൽ രണ്ടുപേരും ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയിരുന്നു. ആ സൈനിക വിന്യാസം പിൻവലിച്ച് ഏപ്രിൽ 22 മുമ്പ്, അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അവരുടെ അതിർത്തിയിൽ സേനാവിന്യാസം ശക്തമാക്കിയിരുന്നതാണ്. അങ്ങനെയുള്ള ആ സേനാവിന്യാസത്തെയൊക്കെ ഏപ്രിൽ മാസത്തിന് മുമ്പുള്ള നിലയിലേക്ക് 2021 വെടിനിർത്തൽ കരാർ, അതിൻ്റെ പരിഷ്കരിച്ച രൂപം 2021 ആ നിലയിലേക്ക് കൊണ്ടുപോവുക എന്നതായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, BSFൻ്റെയും പാക് റേഞ്ചറിൻ്റെയും 2 ജവാന്മാർ ഇപ്പോൾ ഇന്ത്യയുടെ BSFൻ്റെ ഒരു സൈനികൻ പാക് കസ്റ്റഡിയിലും പാകിസ്ഥാൻ്റെ പാക് റേഞ്ചറിൻ്റെ ഒരു സൈനികൻ ഇന്ത്യൻ കസ്റ്റഡിയിലുമുണ്ട്. ഇവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ചും പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. SKN. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ.